SNDPയുടെ ശക്തിയും അതിൻ്റെ പ്രവർത്തനവും അതിൻ്റെ മാഹാത്മ്യവും മലബാറിലുള്ള നേതാക്കന്മാരിൽ പലർക്കും അറിയില്ല. ചിലർക്കറിയാം, പിണറായിക്ക് കുറേ അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനായി ഒന്നും വേണ്ടുന്നില്ലല്ലോ. ഈ ഗോവിന്ദ മാഷാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗോവിന്ദ മാഷ് തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞാൽ തിരുത്തുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ ഈ ആത്മീയത്തിന് താഴെ ഒരു ആമാശയുണ്ട്. ആ ആമാശയത്തിനുള്ള പരിഹാരം ഉണ്ടാകണം. അല്ലാതെയുള്ള ആത്മീയതയ്ക്ക് എന്താർത്ഥം? ഈ ആത്മീയതയും ഭൗതികവും സംയോജിപ്പിച്ചുകൊണ്ട് വാത്സായണം. അതുകൊണ്ട് തന്നെയാണ് ഗുരു ആത്മീയതയ്ക്ക് വേണ്ടി ശിവയിലുണ്ടായിരുന്നെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി SNDP യോഗം, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ഒരു സമര സംഘടനയാണ്. ഈ LDFൻ്റെ ഐശ്വര്യം NDA അല്ലേ? ജയിച്ചില്ലേ ടീച്ചർ? അത് പോകുമ്പോൾ ടീച്ചർ നിന്നിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇടതുപക്ഷം നിന്നിട്ട് ജയിച്ചിട്ടുണ്ടോ? ജയിച്ചതിൻ്റെ കാരണം ത്രികോണ മത്സരം. പിന്നെ അടുത്തൊന്ന് നിങ്ങൾ ആർക്ക്? വർക്കല കഹാറല്ലേ എന്നും ജയിക്കുന്നത്. അവിടെയും LDFൻ്റെ ഐശ്വര്യം NDA. അവിടെ എന്ത് പറ്റി? IGSR നിന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്. അതൊരു 10,000 വോട്ട് പിടിച്ചിട്ട് പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ സ്ഥാനാർത്ഥി പുഷ്പം പോലെ ജയിച്ച്. അപ്പോൾ പലയിടത്തും ജയിച്ചതിൻ്റെ നോക്കുന്നുള്ളത് ഭൂരിപക്ഷം കൂടിയതിൻ്റെ കണക്ക് നോക്കൂ. അവിടെ എല്ലാം LDFന് ഐശ്വര്യം NDA. അതേ ഇവരുടെ ഐശ്വര്യം ദോഷം വരുന്നത് ആർക്കാണ്? UDFനാണ്. UDFന് കാലനും NDFക്ക് ഐശ്വര്യമാണ്. ഈ സത്യമൊക്കെ നിങ്ങൾ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കും. അതല്ലെങ്കിൽ തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തു. ഞാൻ കണക്ക് പറഞ്ഞുകൊണ്ടും കണക്ക് വോട്ട് കിട്ടിയതിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇപ്പോഴും മാത്രമല്ല കൊല്ലങ്ങളായിട്ട് ഇവരെന്താണ് കുറ്റം പറയാൻ ഇവിടെ തോറ്റുപോയില്ലേ? ഈ തോറ്റുപോയി എങ്കിൽ പണ്ടും തോറ്റിട്ടില്ലേ? പണ്ടും ഇടതുപക്ഷത്തിന് ഒരു MP ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ട് ഒരു MP. അത് ആനപ്പുഴ ഉണ്ടായതാണ്. ഈ LDFൻ്റെ ഐശ്വര്യം NDA അല്ലേ? ജയിച്ചില്ലേ ടീച്ചർ? അത് പോകുമ്പോൾ ടീച്ചർ നിന്നിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇടതുപക്ഷം നിന്നിട്ട് ജയിച്ചിട്ടുണ്ടോ? ജയിച്ചതിൻ്റെ കാരണം ത്രികോണ മത്സരം. പിന്നെ അടുത്തൊന്ന് നിങ്ങൾ ആർക്ക്? വർക്കല കഹാറല്ലേ എന്നും ജയിക്കുന്നത്. അവിടെയും LDFൻ്റെ ഐശ്വര്യം NDA. അവിടെ എന്ത് പറ്റി? IGSR നിന്നു NDA സ്ഥാനാർത്ഥിയായിട്ട്. അതൊരു 10,000 വോട്ട് പിടിച്ചിട്ട് പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMൻ്റെ സ്ഥാനാർത്ഥി പുഷ്പം പോലെ ജയിച്ച്. അപ്പോൾ പലയിടത്തും ജയിച്ചതിൻ്റെ നോക്കുന്നുള്ളത് ഭൂരിപക്ഷം കൂടിയതിൻ്റെ കണക്ക് നോക്കൂ. അവിടെ എല്ലാം LDFന് ഐശ്വര്യം NDA. അതേ ഇവരുടെ ഐശ്വര്യം ദോഷം വരുന്നത് ആർക്കാണ്? UDFനാണ്. UDFന് കാലനും NDFക്ക് ഐശ്വര്യമാണ്. ഈ സത്യമൊക്കെ നിങ്ങൾ കണക്ക് വെച്ച് പരിശോധിച്ച് നോക്കും. അതല്ലെങ്കിൽ തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തു. ഞാൻ കണക്ക് പറഞ്ഞുകൊണ്ടും കണക്ക് വോട്ട് കിട്ടിയതിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ഇപ്പോഴും മാത്രമല്ല കൊല്ലങ്ങളായിട്ട് ഇവരെന്താണ് കുറ്റം പറയാൻ ഇവിടെ തോറ്റുപോയില്ലേ? ഈ തോറ്റുപോയി എങ്കിൽ പണ്ടും തോറ്റിട്ടില്ലേ? പണ്ടും ഇടതുപക്ഷത്തിന് ഒരു MP ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഉണ്ട് ഒരു MP. അത് ആനപ്പുഴ ഉണ്ടായതാണ്.